ഹലോ, ഇന്നിപ്പോൾ എനിക്ക് 9:30ക്കാണ് ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉറങ്ങി തീർത്താണ് ഞാൻ എണീറ്റത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഒരു മന്തിപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നല്ല സ്വബോധത്തോടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ കുക്കറിൽ അരി വേവിക്കാൻ വെച്ചു. പിന്നെ ഇന്നലെ രാത്രി വെച്ച ചിക്കൻ കറി ചൂടാക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാളിപ്പോയ ദോശയുടെ കുറച്ച് മാവ് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ ഇഡ്ഡലിക്ക് വെച്ചു. ഇന്നലെ ഞാൻ ഇഡ്ഡലി ശ്രമിച്ചായിരുന്നു, പക്ഷേ ഇഡ്ഡലി അത്ര അങ്ങോട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല. മേ ബി 10-11 മണിയായിരുന്നു. എങ്ങനെയെങ്കിലും കിടന്നാൽ മതി എന്നുള്ളൊരു ഇതിൽ ഞാൻ വേവിച്ചത് കൊണ്ടായിരിക്കാം. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് നോക്കട്ടെ. അപ്പോൾ ഞാൻ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇഡ്ഡലി ആവി കയറ്റാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ചായയൊക്കെ ഇട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിക്കുകയാണ്. കുറേ ദിവസത്തിന് ശേഷമാണ് ഇത്രയും വെട്ടവും വെളിച്ചമൊക്കെ ഞാൻ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാൻ വേവിച്ചതിൻ്റെ പ്രശ്നമായിരിക്കും ഇഡ്ഡലി. അതുകൊണ്ട് ഇന്നിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല പൂ പോലത്തെ ഇഡ്ഡലി റെഡി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെയ്യുന്നത് ബാക്കി കോവയ്ക്ക മെഴുക്ക് വരട്ടി വയ്ക്കാനുള്ള പരിപാടിയാണ്. അത് കുറച്ച് സമയം എടുക്കും ആ പരിപാടി. എന്തായാലും ഞാൻ പിന്നെ അതെല്ലാം റെഡിയാക്കി ലഞ്ച് ബോക്സ് പാക്ക് ചെയ്തു. ചോറിൻ്റെ ഒപ്പം തന്നെ അതേ ലെയറിൽ ഞാൻ കോവയ്ക്കയും വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചിക്കൻ കറി തലേദിവസം വെച്ച ചിക്കൻ കറി ചൂടാക്കി പാത്രത്തിലാക്കി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ സമയം കിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി, ബോയിൽഡ് എഗ്ഗ്, ഇന്നലത്തെ പനീർ കറി വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. കഴിക്കുന്നതിനിടയ്ക്ക് ഒരു മുടി സാരമില്ല, എൻ്റെ മുടി വേറെ ആരുടെയും മുടി ഇവിടെ ഇല്ല. പിന്നെ ഞാൻ പോയി റെഡി ആയിട്ട് വന്നു. ഇതാണ് എൻ്റെ ഫിറ്റ് ചെക്ക്. സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി പാക്ക് ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.